ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു സിംപ്ലി ഫിൽമി. അപ്പോൾ നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പടമൊക്കെ കണ്ട് മഴയൊക്കെ നനഞ്ഞ് ഒരിടത്ത് കയറി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു നല്ല ലൈറ്റിംഗ് ഒക്കെ ഉള്ള സ്ഥലം, അപ്പോൾ ഇവിടെ നിന്ന് തന്നെ വീഡിയോ ഷൂട്ട് ചെയ്തേക്കാന്ന് വിചാരിച്ചു. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത് ഇന്ന് തിയേറ്റർ റിലീസായിട്ടുള്ള കരം എന്ന് പറയുന്ന സിനിമയെ പറ്റിയാണ്. ഈ സിനിമ എഴുതിയിരിക്കുന്ന നോബൽ ബാബു തോമസ് ആണ്. ആൾ തന്നെയാണ് സിനിമയുടെ പ്രധാന കഥാപാത്രം കൈകാര്യം ചെയ്തിരിക്കുന്നതും. ആൻഡ് സിനിമ എങ്ങനെ നടന്നു എന്നോട് ചോദിച്ചാൽ എനിക്ക് അത്യാവശ്യം ഒരു എന്താ പറയുക, എനിക്കൊരു ഡീസൻറ്റ് വാച്ചായിട്ട് അനുഭവപ്പെട്ടിട്ടുള്ള സിനിമയാണ്. എൻ്റെ മാത്രം പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയനാണ്. ഇതെനിക്ക് എന്തുകൊണ്ട് അങ്ങനെ ഫീൽ ചെയ്തു എന്നുള്ളതിന് ഞാൻ ഒരു എക്സ്പ്ലനേഷൻ തരാം. ഈ സിനിമയുടെ പോസിറ്റീവ്സിൽ തന്നെ നമുക്ക് ആദ്യം ആരംഭിക്കാം. ഇതിൻ്റെ പ്രധാന പോസിറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ജോമോൻ ടി ജോൺ സിനിമാറ്റോഗ്രഫിയാണ്. അത് അടിപൊളി വർക്കായിരുന്നു. കാരണം ഫൈറ്റ് സീൻസിലുള്ള ആ ഒരു എന്താ പറയുക, കുറച്ച് സിംഗിൾ ഷോട്ട് സീക്വൻസസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഏറ്റവും ആദ്യം പടം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു മിലിറ്റന്റ് ഓപ്പറേഷൻ കാണിക്കുന്നുണ്ട്. അതാണെങ്കിലും അല്ലെങ്കിൽ ഇന്റർവെൽ സമയത്ത് ഫൈറ്റ് സീൻസ് ആണെങ്കിലും ആളുടെ ആൾ വെക്കുന്ന ഫ്രെയിമുകളൊക്കെ അടിപൊളിയായിരുന്നു. ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഡെപ്ത് ഉണ്ടായിരുന്നു ആളുടെ സിനിമാറ്റോഗ്രഫിക്ക്. ഭയങ്കര അടിപൊളി സിനിമാറ്റോഗ്രഫി വർക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ സിനിമയുടെ പ്രധാന പോസിറ്റീവ് ഷാൻ റഹ്മാന്റെ മ്യൂസിക് ആണ്. അത് മ്യൂസിക് ആണെങ്കിലും ട്രാക്കുകളാണെങ്കിലും അതിൻ്റെ ഒരു ഒറിജിനൽ സ്കോർ ആണെങ്കിലും അടിപൊളിയായിരുന്നു. കാരണം ആ ഒരു സീൻസിനെ നല്ലപോലെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ മ്യൂസിക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഫൈറ്റ് സീക്വൻസസിൽ കൊടുത്തിരിക്കുന്ന BGM ആണെങ്കിലും, അല്ലെങ്കിൽ ഇവര് ഈ പറയുന്ന സ്ഥലത്തേക്ക് വരുന്ന സമയത്ത് ഒരു ട്രാക്ക് ഉണ്ട്, വെൽക്കം ടു ലിയനാർഡോ, അങ്ങനെ എന്തോ, ലെനാർക്കോ, വെൽക്കം ടു ലെനാർക്കോ എന്ന് പറഞ്ഞൊരു ട്രാക്ക് ഉണ്ട്. അത് നേരത്തെ യൂട്യൂബിൽ റിലീസ് ആയതായിരുന്നു. അതൊക്കെ നല്ല രസമായിരുന്നു. തിയേറ്ററിൽ സിനിമയുടെ ആ ഒരു ഒഴുക്കിൽ കണ്ടിരിക്കാനായിട്ട് നല്ല ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഫൈറ്റ് സീക്വൻസസിൽ അവർ ചെണ്ടമേളം ഒരു BGM ആയിട്ട് അതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് അത് ബ്ലെൻഡ് ആയിട്ടുണ്ട് ആ സീനിൽ. അത് അടിപൊളി ഡിസിഷൻ ആയിരുന്നു. അത് കിഡിലായിരുന്നു. അത് തിയേറ്ററിൽ ഒരു ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് മാത്രമല്ല, തിയേറ്ററിലിരുന്ന ഓൾമോസ്റ്റ് എല്ലാവർക്കും ആ ചെണ്ടമേളം കേട്ടപ്പോൾ ആൾക്കാരുടെ ഒരു കയ്യടി ഉണ്ടായിരുന്നു. അത് ഗംഭീര ഡിസിഷൻ ആയിരുന്നു. അങ്ങനത്തെ ഒരു BGM ആ ഒരു സീനിൽ പ്ലേസ് ചെയ്ത് അത് അടിപൊളിയായിരുന്നു. ആ ഒരു BGM ഷാൻ റഹ്മാൻ തകർത്തിട്ടുണ്ട്. അത് അടിപൊളിയായിരുന്നു. പിന്നെ പറയാനുള്ള രഞ്ജൻ അബ്രഹാമിന്റെ എഡിറ്റിംഗ് ആണ്. വിനീത് ശ്രീനിവാസന്റെ കൂടെ വർഷങ്ങളായിട്ട് രഞ്ജൻ അബ്രഹാം വർക്ക് ചെയ്യുന്നതാണ്. ഈ സിനിമയിലേക്ക് വരുമ്പോൾ ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു സീനിൽ പോലും, എനിക്ക് പേഴ്സണലി ഒരു സീനിൽ പോലും എനിക്ക് ബോർ അടിച്ചിട്ടില്ല. ഒരു നല്ലൊരു ഫ്ലോയിൽ നടന്നു പോകുന്നൊരു സിനിമയായിരുന്നു. ഭയങ്കര ഇവന്റ്ഫുൾ ആണ്. സിനിമയിൽ ഇങ്ങനെ നമുക്ക് എന്താ പറയുക, ഒരു സീനിൽ പോലും ബോർ അടിക്കാതെ ഇങ്ങനെ അടുത്ത സീൻസ് ഇങ്ങനെ വന്ന് ചാർജാക്കി പോകുന്നൊരു സിനിമയാണ്. അതിന്റെ രഞ്ജൻ അബ്രഹാമിന്റെ ആ ഒരു എഡിറ്റിങ്ങിന് ആ ഒരു പേസ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ സിനിമയുടെ ഒരു പ്രധാന പോസിറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കുറച്ച് നല്ല പെർഫോമൻസസ് ഈ സിനിമയിലുണ്ട്. അത് നമ്മുടെ നോബൽ ബാബു തോമസ് ആയാലും, അല്ലെങ്കിൽ നമ്മുടെ നായിക കഥാപാത്രം ചെയ്ത ഒരാളുണ്ട്. പിന്നെ വേറൊരു ലേഡി ക്യാരക്ടറുണ്ട്. രണ്ടുപേരുടെ പേര് കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞുള്ളൂ, അതുകൊണ്ടാണ് പറയാത്തത്. പിന്നെ രണ്ട് പിള്ളേരുണ്ട്. നമ്മുടെ നോബൽ ബാബു തോമസിന്റെ മോനായിട്ടുള്ള ഒരാളും പിന്നെ വേറൊരു പെൺകുട്ടിയുണ്ട്. അവരെ രണ്ടുപേരും അവർ നല്ല രസമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി ആ പെൺകുട്ടി ചില സീൻസിൽ കൊടുക്കുന്ന ഒരു എക്സ്പ്രഷനും അത് നല്ല രസമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അവരുടെ പെർഫോമൻസ്. പിന്നെ ഷാജോൻ ചേട്ടനുണ്ട്, ബാബുരാജൊക്കെ രസമായിരുന്നു. പുള്ളി ആ ഒരു സിനിമയിൽ ഒരു സീരിയസ് ആയിട്ട് പോകുന്ന ഒരു സിനിമയാണ്. അതിലൊരു കോമിക് റിലീഫ് എന്ന് പറയുന്നത് ബാബുരാജിന്റെ ക്യാരക്ടറായിരുന്നു. അത് അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ തന്നെയാണ് ഈ സിനിമയിലെ പ്രധാന പോസിറ്റീവ്സ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എനിക്ക് നെഗറ്റീവ്സ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിഗംഭീര ആക്ഷൻ സീക്വൻസസ് നമ്മൾ കാണുന്നുണ്ട്. രസമായിട്ട് ആക്ഷൻ സീക്വൻസസ് ഈ സിനിമയിൽ എടുത്ത് പോയിട്ടുണ്ട്. പക്ഷെ നമുക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല. അതായത് ഈ സിറ്റുവേഷനിൽ നമുക്കിങ്ങനെ ചാർജായി നമുക്ക് ദേഷ്യം വന്ന് അടി പൊട്ടും എന്ന് തോന്നുന്നിടത്ത് അടി പൊട്ടുമ്പോഴാണ് നമുക്ക് ആ ഒരു എന്താ പറയുക, ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു ഇമ്പാക്റ്റ് നമുക്ക് കറക്റ്റായിട്ട് ഫീൽ ചെയ്യാം. പക്ഷെ ഇവിടെ അതിലോട്ട് നയിക്കുന്ന കാര്യങ്ങൾ അത്ര കൺവിൻസിങ് ആയിട്ട് വന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. നായകൻ ആക്ഷൻ കാണിക്കാൻ വേണ്ടി മാത്രമായിട്ട് കുറച്ച് സീക്വൻസസ് ഇങ്ങനെ ബിൽഡ് ചെയ്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ആ ഒരു ഇമ്പാക്റ്റ് ഫീൽ ചെയ്യുന്നില്ല ആ ഫൈറ്റിന്റെ സമയത്ത്. എന്ന് വെച്ചാൽ ഫൈറ്റ് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. ഫൈറ്റ് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. നല്ലൊരു ഓഡിയോ വിഷ്വൽ ഡിപ്പാർട്ട്മെന്റ് ഈ ഫൈറ്റ്സ്, എസ്പെഷ്യലി ഫൈറ്റ് സീക്വൻസിന്റെ കാര്യത്തിൽ നല്ലപോലെ വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ കാണുന്ന ഒരു മിലിറ്റന്റ് ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അതിന്റെ ആ സീനിൽ തന്നെ കിളി പാറിപ്പോയി. കാരണം അത് കിഡിലുമായിട്ട് ആ സീൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞ് സിനിമയിലേക്ക് വരുമ്പോൾ കുറെ അധികം ഫൈറ്റ് സീക്വൻസസ് ഉണ്ട്. ഇന്റർവെല്ലിനൊരു കിടിലം ഫൈറ്റ് ഉണ്ട്. ആ ഫൈറ്റിന് എനിക്ക് തോന്നുന്ന കുറച്ചും കൂടി ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് എനിക്ക് കിട്ടി. പക്ഷെ ബാക്കിയൊക്കെ വരുന്ന സമയത്ത് ഏനോ എവറിത്തിങ് ഫോൾ ഇൻ ടു പ്ലേസ് എന്ന് പറയുന്ന പോലെ നായകനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സിറ്റുവേഷൻ വന്നതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് കുറച്ച് എനിക്കിതെന്തോ നെഗറ്റീവ് അടിച്ച്. പക്ഷെ ഫൈറ്റ് സീക്വൻസസ് മോശമാണെന്നല്ല പറയുന്നത്. ഫൈറ്റ് സീക്വൻസസ് അടിപൊളിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. കാരണം
നല്ലപോലെ എന്താ പറയുക, അതിൻ്റെ പ്രധാന കഥാപാത്രം ചെയ്ത നോബിൾ നല്ലപോലെ അധ്വാനിച്ചതായിട്ട് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം നൈസായിട്ട് അത് വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് സിനിമയിൽ ഒരു നെഗറ്റീവായിട്ട് ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ആ ഒരു പല സീൻസിലും ആ ഒരു ഇമ്പാക്റ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, ഇടി പൊട്ടുന്നുണ്ട്, ഇടിക്കുന്നുണ്ട്, രണ്ടുപേരും തമ്മിൽ മാരക ഇടി നടക്കുന്നുണ്ട്, പൊരിഞ്ഞിടിയാണ് സ്ക്രീനിൽ നടക്കുന്നത്. പക്ഷേ നമുക്ക് ആ ഒരു ഇമ്പാക്റ്റ് എനിക്ക് പല സീനിലും മിസ്സിങ് ആയിരുന്നു. കാരണം എനിക്കിപ്പം ഈ സിനിമ കൈകാര്യം ചെയ്യുന്ന വിഷയം എന്ന് പറഞ്ഞാൽ തിര കൈകാര്യം ചെയ്തിട്ടുള്ള ഓൾമോസ്റ്റ് സിമിലർ വിഷയങ്ങളൊക്കെ തന്നെയാണ്. കാരണം ഓർഗൻ ട്രാഫിക്കിങ്ങും ഹ്യൂമൻ ട്രാഫിക്കിങ്ങും ഒക്കെ തന്നെയാണ് ഈ സിനിമയും ഹാൻഡിൽ ചെയ്യുന്നത്. പക്ഷേ തിര കണ്ടപ്പം എനിക്ക് കിട്ടിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക് ഈ സിനിമയിൽ കിട്ടിയിട്ടില്ല. കാരണം തിര ഞാൻ ടി വിയിലും കൂടെയാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ആ സിനിമ കണ്ട സമയത്ത് എനിക്ക് കിട്ടിയ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ്, അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഹുക്ക്, ഒരു ഇടി പൊട്ടുമ്പോഴുള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, അല്ലെങ്കിൽ ആ ഒരു പടം തീരുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഈ സിനിമയിൽ എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം ക്ലൈമാക്സിലേക്കൊക്കെ വരുന്ന സമയത്ത് എങ്ങനെയോ ഓടിച്ചു കൊണ്ട് തീർത്ത് എന്ന് പറഞ്ഞാൽ, ഇനി നമുക്ക് സമയമില്ല, ഇവിടെ തീർത്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോയി അങ്ങനെ അങ്ങ് തീർത്ത് കളഞ്ഞതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ആ സീനിലേക്കൊക്കെ വരുമ്പം എഴുത്തത്ര എത്ര അടിപൊളിയായിട്ട് വന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ഇതിന്റെ ഫസ്റ്റ് ഹാഫിന്റെ എഴുത്ത് കിഡിലായിരുന്നു. ഫസ്റ്റ് ഹാഫിന്റെ എഴുത്ത് നൈസായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അത് ആ എക്സിക്യൂഷനും കൂടെ അത്ര അടിപൊളിയായിട്ട് വന്നപ്പോൾ ഫയർ ആയിരുന്നു ഫസ്റ്റ് ഹാഫ്. പക്ഷെ സെക്കൻഡ് ഹാഫ് എനിക്ക് ആ ഒരു എന്താ പറയുക, ഫസ്റ്റ് ഹാഫ് തന്നെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് ഇതിന്റെ എൻഡിലേക്ക് വരുമ്പോൾ എനിക്കത് മിസ്സായി പോയി. അതിന് മെയിൻ എനിക്ക് ഇതിന്റെ റൈറ്റിംഗ് കുറച്ചും കൂടെ ബെറ്റർ ആക്കാം എന്നുണ്ടായിരുന്നു. അറ്റ് ദി സെയിം ടൈം ഈ സിനിമയിൽ കുറച്ച് നൈസ് ഡയലോഗുകളുണ്ട്. അതായത് ഒരു എസ്പെഷ്യലി നമ്മുടെ മെയിൻ ക്യാരക്ടറിന്റെ വൈഫ് ക്യാരക്ടറിനോട് നമ്മുടെ നായകനോട് പറയുന്ന ഒന്ന് രണ്ട് ഒരു ഡയലോഗുണ്ട്. പിന്നെ നായകന്റെ അമ്മ നായകനോട് പറയുന്ന ഒരു ഡയലോഗുണ്ട്. അങ്ങനെ കുറച്ച് നല്ല ഡയലോഗുകളും കുറച്ച് നല്ല മൊമെന്റ്സ് ഉണ്ട് സിനിമയിൽ. കാരണം ഹ്യൂമർ ആണെങ്കിലും അത്യാവശ്യം നല്ലതായിട്ട് വർക്കൗട്ട് ആയ കുറച്ച് സീനുകളുണ്ട്. ഹ്യൂമറിലേക്ക് വരുമ്പോൾ ബാബുരാജ് അടിപൊളിയായിരുന്നു, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഹ്യൂമർ അത്യാവശ്യം നല്ലപോലെ വർക്കൗട്ട് ആയിട്ടുള്ള ചില ഏരിയാസ് ഉണ്ട്. മൊത്തത്തിൽ പടം മോശമല്ല ഒരിക്കലും. പക്ഷേ തിര കണ്ട ഒരാള് ഫ്രം ദി ഡയറക്ടർ ഓഫ് തിര എന്ന് പറഞ്ഞ് മാർക്കറ്റ് ചെയ്യുന്ന ഈ ഒരു സിനിമ കാണുമ്പോൾ തിര ഉണ്ടാക്കി വെച്ച ആ ഒരു ഇമ്പാക്റ്റ് ഈ സിനിമ തരാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പം എൻ്റെ ഹോണസ്റ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള അങ്ങനെയാണ്. മേ ബി നിങ്ങൾക്ക് സിനിമ ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമയായിരിക്കും. നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടപ്പെട്ട സിനിമയാണെങ്കിൽ നിങ്ങളത് ഡെഫിനറ്റ്ലി കമൻ്റ് ആയിട്ട് താഴെ പോസ്റ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു സിനിമയുടെ വീഡിയോ കാണാൻ വരെ ബൈ.